ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്നും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കൊണാമി ഈയിടെ ഗെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്കില്ലുണ്ട്. അതിൽ 10ഓളം സ്പെഷ്യൽ സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ എന്ത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഈയിടെ വരുന്ന എല്ലാ എപ്പിക് പാക്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും 2 സ്കില്ലും കാര്യങ്ങളൊക്കെ പാക്കിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ എന്താണ്, ഗെയിമിൽ ഈ ഒരു സ്കില്ല് തരുന്ന ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as സോ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഫിനോമിനൽ ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ വരുന്ന മിക്ക പാക്കിലും അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉള്ള പാക്കിൽ എല്ലാം തന്നെ CF കാർഡിന് ഫിനോമിനൽ ഫിനിഷിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്ക്വാഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 8 ആയിക്കോട്ടെ, നമ്മുടെ റൂമിക്ക് ആയിക്കോട്ടെ, ഫിനോമിനൽ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു സ്കില്ലിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ലുള്ള പ്ലെയർ ഗെയിമിൽ ഔട്ട് ഓഫ് ബാലൻസ് ആയാലും അല്ലെങ്കിൽ ഓഫ് ബാലൻസിലും കിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഷൂട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നല്ലൊരു ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബോൾ ഒരിക്കലും ടാർഗറ്റിൽ നിന്നും മാറിപ്പോകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫിനോമിനൽ ഫിനിഷിംഗ് ഇല്ലാത്തൊരു പ്ലെയറെ കൊണ്ട് നിങ്ങൾ ഓഫ് ബാലൻസ് ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിൽ ഓഫ് ബാലൻസ് ആയിട്ട് ബോൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സ് പെനാൽറ്റി ഏരിയ അല്ലെങ്കിൽ ഡി ഏരിയയുടെ ഭാഗത്തുനിന്നും ഏത് ബാലൻസിൽ അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ അടിച്ചാലും തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിക്കതും പോസ്റ്റിലേക്ക് തന്നെ പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ ഒരു ഫിനോമിനൽ ഫിനിഷിംഗ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സ്കില്ലാണ് കൊണാമി ഈയിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്ന ഫിനോമിനൽ ഫിനിഷിംഗ്. നമ്മുടെ രണ്ടാമത്തെ സ്കില്ല് നോക്കുവാണെങ്കിൽ ഇതും അറ്റാക്കിംഗ് പ്ലേയേഴ്സിനുള്ളതാണ്. ബുള്ളറ്റ് ഹെഡർ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ഇത് നമ്മുടെ റൊണാൾഡോയുടെ പാക്കിലാണെന്ന് തോന്നുന്നു കൊണാമി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എന്റെ സ്ക്വാഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുവാരസിനാണെന്ന് തോന്നുന്നു ബുള്ളറ്റ് ഹെഡർ ഉള്ളത്. നമുക്ക് നോക്കാം. ബുള്ളറ്റ് ഹെഡർ ആദ്യം തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു സ്കില്ലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലേസിനെ പോലെ തന്നെയാണ് ഹെഡ് ചെയ്യാന്നുണ്ടെങ്കിലും ഈ ഒരു ഹെഡിന് തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല ഓഫ് ബാലൻസിൽ ഞാൻ മുന്നേ പറഞ്ഞ ഫിനോമിനൽ ഫിനിഷിംഗ് ലെഗ് കൊണ്ട് അടിക്കുന്ന ഷോട്ടിനാണെങ്കിൽ നമ്മുടെ ഹെഡ് ചെയ്യുന്ന പ്ലേയേഴ്സിന് ഓഫ് ബാലൻസ് ആണെങ്കിൽ പോലും നല്ല രീതിയിലൊരു ആക്യുറസിയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബുള്ളറ്റ് ഹെഡർ സ്കില്ലുള്ള പ്ലേയേഴ്സിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് രണ്ടും ആദ്യം പറഞ്ഞ രണ്ടും നമ്മുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് വരുന്നതാണ്. നമ്മുടെ അടുത്ത സ്കില്ല് നോക്കുകയാണെങ്കിൽ ഫിനോമിനൽ പാസ് ആണ്. നമുക്കിവിടെ എൻ്റെ സ്ക്വാഡിൽ ഫിനോമിനൽ പാസ് ഉള്ള പ്ലേയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ സിഡോഫിന് ഫിനോമിനൽ പാസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിനോമിനൽ പാസ്. ഈ ഒരു പ്ലെയറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഫിനിഷിങ്ങിനെ കുറിച്ച് ഫിനോമിനൽ ഫിനിഷിങ്ങിനെ പറഞ്ഞ പോലെ തന്നെയാണ് ഓഫ് ബാലൻസിനും ഈ ഒരു പ്ലേയേഴ്സ് കൊടുക്കുന്ന പാസിന് നല്ല രീതിയിലുള്ള ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറിച്ച് നിങ്ങൾ ഈ ഒരു സ്കില്ലില്ലാത്ത പ്ലേയേഴ്സ് ഓഫ് ബാലൻസിൽ ഒരു പാസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഓപ്പണന്റ് ബീറ്റ് ചെയ്യാനും അത് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഓഫ് ബാലൻസിൽ പോലും ഈ ഒരു പ്ലേയേഴ്സ് കൊടുക്കുന്ന പാസിന് നല്ല രീതിയിലൊരു ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ മിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സിനാണ് അത്യാവശ്യം. മിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് തന്നെയാണ് കൊണാമി ഈ ഒരു സ്കില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാലാമത്തെ സ്കില്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതും മിഡ് പ്ലേയേഴ്സിന് അത്യാവശ്യമായിട്ടൊരു സ്കില്ലാണ്. വിഷണറി പാസ് എന്നാണ് ഈ ഒരു സ്കില്ലിന്റെ പേര്. നമ്മുടെ ഗുള്ളിറ്റിന് ഈയിടെ വന്ന ഗുള്ളിറ്റിന് ഈ ഒരു സ്കില്ലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിഷണറി പാസ്. ഈ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു സ്കില്ലിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ കൊടുക്കുന്ന പാസിനൊക്കെ നല്ല രീതിയിൽ വൺ ടച്ചും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിൽ ഈ ഒരു പ്ലെയർ ആണ് പാസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ആക്യുറസി ഫിനിഷിംഗ് ആക്യുറസിയും കാര്യങ്ങളൊക്കെ കൂടും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ബുള്ളറ്റിനെ കൊണ്ട് നിങ്ങൾ ഈ ഒരു 8 ഫസ്റ്റ് ടൈം ഷോട്ടുള്ള ഈ ഒരു 8 നിങ്ങൾ പാസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 8 എടുക്കുന്ന ഫസ്റ്റ് ടൈം ഷോട്ടിന് തന്നെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മെസ്സിക്കാണ് ബുള്ളറ്റിനെ കൊണ്ട് പാസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മെസ്സി ഫസ്റ്റ് ടൈം ആയിട്ട് തന്നെ വൺ ടച്ച് പാസ് കൊടുക്കുകയാണ്. ആ ഒരു പാസിന് പോലും നല്ല രീതിയിലുള്ള ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗെയിമിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സ്കില്ലാണ് ഈ പറയുന്ന വിഷണറി പാസ് എന്നുള്ളതാണ്. മസ്റ്റ് ആയിട്ടും CMF AMF അതുപോലെ തന്നെ DMF പ്ലേയേഴ്സിനും ഈ പറയുന്ന ഫിനോമിനൽ പാസും അതുപോലെ തന്നെ വിഷണറി പാസും തീർച്ചയായിട്ടും ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ് എന്നുള്ളതാണ്. അടുത്തായിട്ട് മിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് തന്നെ വേണ്ട ഒരു സ്കില്ലാണ് ഗെയിം ചേഞ്ചിങ് പാസ് എന്ന് പറയും. ഗെയിം ചേഞ്ചിങ് പാസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പ്ലേയേഴ്സിൽ നമ്മുടെ ഇനസ്റ്റ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ റൂബൻ നെവസിന്റെ ഈ ഒരു കാർഡിനും ഗെയിം ചേഞ്ചിങ് പാസിംഗ് നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ല് തീർച്ചയായിട്ടും ഗെയിമിൽ വർക്ക് ആവുന്നത് ഹാഫ് ടൈമിന് ശേഷമാണ്. ഹാഫ് ടൈം വരെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഗോൾ കൺസീഡ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഡ്രോയിലാണ് എന്നുണ്ടെങ്കിൽ ഹാഫ് ടൈമിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്ലെയറെ നിങ്ങൾ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് സബ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഉണ്ടാവും. ഈ ഒരു പ്ലേയേഴ്സ് കൊടുക്കുന്ന പാസിന് കൂടുതലും ലോഫ്റ്റഡ് പാസിന് മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള വ്യത്യാസം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓപ്പോണന്റിന്റെ എല്ലാ ഡിഫൻഡേഴ്സിനും ബീറ്റൺ ആയിക്കൊണ്ടായിരിക്കും ഈ ഒരു പാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കറക്റ്റ് ഒരു 1 ടാപ്പിലൊക്കെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു ലോഫ്റ്റഡ് പാസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലേയേഴ്സ് നിങ്ങൾ കൺസീഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേയേഴ്സ് ഒക്കെ സബിലുള്ളത് വളരെയധികം നല്ലതാണ്. സെക്കൻഡ് ഹാഫിൽ ഇറക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്ലേയേഴ്സ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള അസിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ അടുത്തൊരു സ്കില്ല് നോക്കുവാണെങ്കിൽ ഫോർട്രസ്
ഫോർട്രസ് ആണ്. ഫോർട്രസ് എന്ന് പറയുന്ന സ്കില്ല് ഡിഫെൻഡിങ് പ്ലേയേഴ്സിനുള്ളതാണ്. സോ എൻ്റെ സ്ക്വാഡിൽ നോക്കുവാണെങ്കിൽ ഫോർട്രസ് എന്ന് പറയുന്ന സ്കില്ല് നമ്മുടെ കോസ്റ്റക്കൂട്ടൊക്കെ ഉണ്ട്. സോ ഇവിടെ കാണാം നിങ്ങൾക്ക് ഫോർട്രസ് എന്ന് പറയുന്ന സ്കില്ലുണ്ട്. ഈ ഒരു സ്കില്ലിന്റെ പ്രത്യേകത ഞാൻ മുന്നേ ഗെയിം ചേഞ്ചിങ് പാസിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. ഹാഫ് ടൈമിന് ശേഷം നിങ്ങൾ ഒരു ഗോളിന് മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേയേഴ്സ് നല്ല രീതിയിലൊരു ഡിഫെൻഡിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കാണിക്കും. ഇവരുടെ ഡിഫെൻസീവ് സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഗോളിന് മുന്നിലാണ് എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പ്ലേയേഴ്സിനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലേയേഴ്സ് നിങ്ങളുടെ ഡിഫെൻസീവ് വാളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോർവേഡ് പ്ലേയേഴ്സിന് എങ്ങനെയാണോ സൂപ്പർ സബ് എന്ന് പറയുന്ന സ്കില്ല് വർക്ക് ആവുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിഫൻഡേഴ്സിന് ഈ പറയുന്ന ഫോർട്രസ് എന്ന് പറയുന്ന സ്കില്ല് വർക്ക് ആവുന്നത്. നിങ്ങൾ ഒരു ഗോളിന് മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേയേഴ്സിനെ നിങ്ങൾ സെക്കൻഡ് ഹാഫിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്വാഡിൽ ഉണ്ടെങ്കിലും ഈ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഡിഫൻസീവ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു ലീഡ് നിങ്ങൾക്ക് ഗെയിം എൻഡ് ആവുന്നതുവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലേയേഴ്സ് അന്യായ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കാണിക്കും എന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മുടെ ഏഴാമത്തെ സ്കില്ലാണ്. ഏഴാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് നമ്മുടെ ഏരിയൽ ഫോർട്ടാണ്. ഈ അടുത്തായിട്ട് വന്നേക്കുന്ന ഒരു സ്കില്ലാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡിഫൻഡേഴ്സിന് വേണ്ടുന്ന ഒരു സ്കില്ലാണ്. ബുള്ളറ്റ് ഹെഡർ എന്ന് പറയുന്ന ഒരു സ്കില്ല് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുള്ളറ്റ് ഹെഡേഴ്സിനെ തടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫൻഡേഴ്സിന് തന്നേക്കുന്ന ഒരു സ്കില്ലാണ് ഈ പറയുന്ന ഏരിയൽ ഫോർട്ട്. നമ്മുടെ വാൻഡേക്കിന് ഏരിയൽ ഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ പെനാൽറ്റി ഏരിയയിൽ വരുന്ന ഏരിയൽ ബോളിനെ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേയേഴ്സ് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. പെനാൽറ്റി ഏരിയയിൽ നല്ല രീതിയിലുള്ള ഒരു ഹെഡിങ് എബിലിറ്റി അല്ലെങ്കിൽ ജമ്പിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ പ്ലേയേഴ്സിന് ഇൻക്രീസ് ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോർണർ കിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിൽ ഈ ഒരു പ്ലേയേഴ്സ് നല്ല രീതിയിൽ തന്നെ ഇമ്പാക്ട് ഗെയിമിൽ തരുന്നു എന്നുള്ളതാണ്. സോ നമ്മുടെ എട്ടാമത്തെ സ്കില്ലിലേക്ക് പോകാം. എട്ടാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നേ വന്നതാണ് ഗെയിമിൽ. ബ്ലിറ്റ്സ് കേൾ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ഒരുപാട് പ്ലേയേഴ്സിന് ഇപ്പോൾ ഈ ഒരു സ്കില്ല് അവൈലബിൾ ആണ്. മുന്നേ സണ്ണിന്റെ ഒരു പാക്കിലാണ് ആകെ 3 പ്ലേയേഴ്സിന് മാത്രമേ ഈ പറയുന്ന ബ്ലിറ്റ്സ് കേളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വരുന്ന ഒരുപാട് പാക്കിൽ ഈ പറയുന്ന ബ്ലിറ്റ്സ് കേളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മെസ്സിയുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ബ്ലിറ്റ്സ് കേളുള്ള ഏക ഒരു മെസ്സി എന്ന് പറയുന്നത് നമ്മുടെ ഈയിടെ വന്ന MSN ബാക്കിൽ വന്നേക്കുന്ന മെസ്സിയാണ്. ഈ ഒരു സ്കില്ലിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സ് ഇടുന്ന കേൾ ഷോട്ടിന് നല്ല രീതിയിലൊരു ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഗോൾ കീപ്പറിന്റെ അടുത്തെത്തുന്ന ടൈമിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ പോസ്റ്റിലേക്ക് വീഴുന്ന രീതിയിലായിരിക്കും. ഗോൾ കീപ്പറുടെ അടുത്തെത്തുന്ന ടൈമിൽ നല്ല ഹൈറ്റിലും ഗോൾ കീപ്പറെ കഴിഞ്ഞ ഉടനെ തന്നെ ഡിപ്പ് ചെയ്ത് പോസ്റ്റിലേക്ക് വീഴുന്ന രീതിയിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. മുന്നേ നല്ല പവറും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബ്ലിറ്റ്സ് കേളിന് ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൊണാമി അത് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. എന്നാലും നോർമൽ കേൾ എടുക്കുന്നതിനേക്കാളും പവറും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബ്ലിറ്റ്സ് കേളുള്ള പ്ലേയേഴ്സിന് ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ 9ാമത്തെ സ്കില്ലാണ് എഡ്ജഡ് ക്രോസ് ആണ്. എഡ്ജഡ് ക്രോസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ആൽബക്ക് ഈ പറയുന്ന എഡ്ജഡ് ക്രോസ് ഉണ്ട്, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എഡ്ജഡ് ക്രോസിംഗ് ഈ ഒരു സ്കില്ലിന്റെ പ്രത്യേകത ഞാൻ മുന്നേ പറഞ്ഞ ബ്ലിറ്റ്സ് കേൾ പോലെ തന്നെയാണ്. ഇത് മസ്റ്റായിട്ട് നമ്മുടെ LB RB പ്ലേയേഴ്സിനാണ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫുൾ ബാക്കിനൊക്കെയാണ് ഈ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലിറ്റ്സ് കേൾ പോലെ തന്നെ ഈ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സ് വരുന്ന ക്രോസിന് നല്ല രീതിയിലൊരു ഹൈറ്റിൽ വരികയും നമ്മുടെ പ്ലേയേഴ്സിന്റെ ഇടയ്ക്ക് എത്തുന്ന ടൈമിൽ ഒരു ഡിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് ഓപ്പോണന്റ് ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് ആ ഒരു ബോൾ നമ്മുടെ പെനാൽറ്റി ഏരിയയിലേക്ക് വരികയും നമ്മുടെ പ്ലേസിന്റെ അടുത്ത് എത്തുന്ന ടൈമിൽ ഒരു ഡിപ്പും കാര്യങ്ങളൊക്കെ വരും. ഈസി ആയിട്ട് ഹെഡും കാര്യങ്ങളൊക്കെ ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ ആയിട്ട് ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങളുടെ LBയിലോ അല്ലെങ്കിൽ RBയിലോ ഈ പറയുന്ന എഡ്ജഡ് ക്രോസിംഗ് ഉള്ള പ്ലേയേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ CFൽ ഈ പറയുന്ന ബുള്ളറ്റ് ഹെഡറും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ആ ഒരു പ്ലേയേഴ്സ് എന്നുള്ളതാണ്. മൊമെന്റം ഡ്രിബ്ലിംഗ് ആണ് നമ്മുടെ അവസാനത്തെ സ്കില്ല്. ഈ ഒരു സ്കില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫൈനൽ തേർഡിൽ എത്തുന്ന ടൈമിൽ തീർച്ചയായിട്ടും അറ്റാക്കിംഗ് പ്ലേയേഴ്സിനാണ് ഈ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫൈനൽ തേർഡിൽ എത്തുന്ന ടൈമിലാണ് ഈ ഒരു പ്ലേയേഴ്സിന്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സിന്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നു. അത്യാവശ്യം ടൈറ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഈ പ്ലേയേഴ്സിന് ഇൻക്രീസ് ആവുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഈയിടെ വന്ന ഹസാർഡിനൊക്കെ ഈ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. MSN പാക്കിൽ വന്നേക്കുന്ന നമ്മുടെ ഈ ഒരു നെയ്മർക്ക് ആ ഒരു സ്കില്ല് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായാണ്. കാരണം 3 പ്ലേയേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പാക്ക് പോലെ 2 പ്ലേയേഴ്സിന് എല്ലായിരുന്നു സ്പെഷ്യൽ സ്കില്ല് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ഒരു നെയ്മർക്കും കൊടുത്താൽ അത്യാവശ്യം നന്നായിരിക്കും. ഈ ഒരു പ്ലെയർ ആ ഒരു സ്കില്ല് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു 10 സ്കില്ലിനെ പറ്റി നമ്മൾ റഫായിട്ട് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.